CAA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്ന ശേഷം രാജ്യത്ത് ആദ്യമായ ഒരാൾക്ക് പൗരത്വം ലഭിച്ചത് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ഒരു ശ്രീലങ്കൻ മുസ്ലിം വനിതയ്ക്കാണ്. ഇതോടെ നിയമം നടപ്പായാൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടമാകുമെന്നും അതിനാൽ ദേശീയ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിന്റെ ശോഭ കെട്ടിയിരിക്കുകയാണ്. ശ്രീലങ്കക്കാരിയായിരുന്ന സറീന കുൽസുവാണ് തൃശൂർ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയിൽ നിന്ന് പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത്. ഇതാദ്യമായി വോട്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് അവരിപ്പോൾ. അതേസമയം CPM-ഉം ഇടതുപക്ഷ മുന്നണിയും ന്യൂനപക്ഷ അവകാശ സംരക്ഷണ റാലി നടത്താൻ പോകുകയാണ്. CAA നടപ്പായാൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നഷ്ടപ്പെടുമെന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഭയപ്പെടുന്നത്. BJP ഒഴികെ എല്ലാവരും CAA എതിർക്കുന്നു. ഓരോരുത്തരും വെവ്വേറെയാണെന്ന് മാത്രം. യഥാർത്ഥത്തിൽ ദേശീയ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങൾക്കെതിരാണെന്ന പ്രചാരകർക്കുള്ള BJPയുടെ മറുപടിയാണ് സറീന കുൽസുവിന് കിട്ടിയ പൗരത്വ സർട്ടിഫിക്കറ്റ്. CAA ആരുടെയും വാതിൽ കൊട്ടിയടയ്ക്കാനുള്ള നിയമമല്ലെന്നുള്ള BJP നിലപാടിന് ബലം നൽകുന്നതാണ് സറീന കുൽസുവിന് കിട്ടിയ പൗരത്വം. CAA പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ BJPക്ക് കിട്ടിയ ഒരു കവചമായി മാറും സറീന കുൽസു. കുറഞ്ഞപക്ഷം കച്ചിത്തുരുമ്പെങ്കിലുമാകും. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടെ ഇവിടെയുള്ള പൗരത്വമില്ലാത്തവരായ മുസ്ലിങ്ങളെയെല്ലാം പുറത്താക്കുമെന്നാണ് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകളുടെയും പ്രചരണം. നിയമം നടപ്പാക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്റ്റേ ചെയ്യണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മുസ്ലിം ലീഗും DYFIയും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 19-ാം തീയതി കോടതി കേസ് പരിഗണിക്കും. ശ്രീലങ്കയിലെ പുത്തുളം ജില്ലയിൽ നിന്ന് 18-ാം വയസ്സിൽ ഇന്ത്യയിലെത്തിയ കുൽസു 32 വർഷമായി കേരളത്തിൽ വിദേശ വനിതയായി താമസിക്കുകയായിരുന്നു. പിതാവിനൊപ്പമാണ് അവർ അബുദാബിയിലെത്തിയത്. തൃശൂർ അകമല ചാലിപ്പറമ്പിൽ അലി മുഹമ്മദുമായി 1990-ൽ വിവാഹം. 2 വർഷത്തിനു ശേഷമാണ് തൃശൂരിലെ അകമലയിലേക്ക് വന്നത്. 1997-ൽ ആദ്യമായി പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും കിട്ടിയില്ല. ഓരോ വർഷവും അവരുടെ ശ്രീലങ്കൻ പാസ്പോർട്ടും വിസയും പുതുക്കിയാണ് ഇവിടെ തുടർന്നത്. 2017-ലാണ് രണ്ടാമത് പൗരത്വത്തിനായി അപേക്ഷ നൽകിയത്. മലയാളം നന്നായി എഴുതാനും വായിക്കാനും പഠിച്ച സറീന 3 മക്കളെയും തന്റെ മാതൃഭാഷയായ തമിഴ് പഠിപ്പിച്ചിട്ടുണ്ട്. മൂത്ത മക്കളായ ഷെരീഫയും ആരിഫയും വിവാഹിതരാണ്. മകൻ മുഹമ്മദ് കൽഫാൻ വിദ്യാർത്ഥിയും. ഭാരത പൗരയായി അംഗീകരിക്കപ്പെട്ട ശേഷം അവർ ആദ്യം പോയത് കൊടുങ്ങല്ലൂർ ചേരമൻ പള്ളിയിലേക്കാണ്. പൗരത്വം കിട്ടിയാൽ ചെയ്യുമെന്ന് പറഞ്ഞ വർഷങ്ങൾ പഴക്കമുള്ള നേർച്ചകൾ നിറവേറ്റാൻ. ഇതിനിടെ CAA പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കുമ്പോൾ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന ഇടതു മുന്നണി സർക്കാരിന്റെ നിലപാട് മുസ്ലിം ലീഗ് കണക്കിലെടുക്കണമെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത് ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കണമെന്നാണ് ഫൈസി പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കാലമല്ലേ, ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അജ്ഞാതരായ അന്യനാട്ടുകാർ അയൽവീടുകളിലും സമീപത്തും താമസമാക്കുമ്പോൾ അവർ ആരാണെന്ന് അറിയേണ്ടതില്ലേ എന്ന ചോദ്യം വളരെ മുൻപ് കേരളത്തിൽ ഉയർന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് റെസിഡൻസ് അസോസിയേഷനുകളും അയൽക്കൂട്ട സദസ്സുകളും സജീവമായതും പോലീസുമായി കൂടുതൽ സഹകരിക്കാൻ തുടങ്ങിയതും മറ്റും. അപരിചിതർ താമസിക്കുകയോ അസ്വാഭാവികമായി പെരുമാറുകയോ ചെയ്താൽ പോലീസിൽ അറിയിക്കണമെന്ന് ഇന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിഥികളെന്ന് ഓമനിച്ച് വിളിച്ചാലും കേരളത്തിന് സ്വസ്ഥമായി കണ്ണടച്ചുറങ്ങാൻ കഴിയാത്ത ഒരുപിടി ക്രൂര സംഭവങ്ങൾ അപരിചിതരായ മറുനാട്ടുകാരിൽ നിന്ന് ഉണ്ടായത് മറക്കാൻ കഴിയില്ല. ചോദ്യം ഇതാണ്: പരദേശികളായും അന്യ സംസ്ഥാനക്കാരായും ഇവിടെ എത്തുന്നവർ ആരാണെന്ന് പരിശോധിക്കേണ്ടതില്ലേ? അവരിൽ പരദേശികൾ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ആവശ്യമില്ലേ? പാസ്പോർട്ട് എന്താണ്? അതിന്റെ ഉപയോഗം എന്താണ്?